നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 171. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 6 21 ശ്ലോകം. ശ്രുതി വിചക്രമേ വിശ്വം ശാസനാനശനെ ശാസന അനശനെ ഉഭേ യത് 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 വിദ്യാ ച വിദ്യാ ച യദവിദ്യാ ച വിദ്യാ ച പുരുഷസ്തു ഭയാശ്രയ. ശ്രുതി വിചക്രമേ വിശ്വശാസന അനശനെ ശാസന അനശനെ ഉഭേ യത് വിദ്യാ യത് അവിദ്യാ ച വിദ്യാ ച പുരുഷസ്തു ഭയാശ്രയ. കുറച്ചൊരു ടിക്കിളിഷ് ശ്ലോകമാണത്, പ്രൊണൗൺസിയേഷൻ അടക്കം. വിവിധം പ്രകാശിക്കുന്നവൻ, വിവിധ രൂപത്തിൽ പ്രകാശിക്കുന്നവൻ, അശനത്തോടു കൂടിയതും കൂടാത്തതുമായ ശശന ന അശനെ ന അനശനയൽ അനശന എന്ന് പറഞ്ഞാൽ ശരി, അശന എന്ന് പറഞ്ഞാൽ ശരി, കൂടാത്തതുമായ 2 മാർഗങ്ങളെ കൽപ്പിച്ചു. 2 ഫോം വഴികൾ. യാതൊന്ന് ഹേതുവായിട്ട് വിദ്യയും അവിദ്യയും, പുരുഷനാകട്ടെ 2നും ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? അവിദ്യയ്ക്കും കാരണൻ പുരുഷൻ, വിദ്യയ്ക്കും കാരണൻ പുരുഷൻ. ഞാൻ പാപഭംഗിലമായ കർമ്മങ്ങൾ ചെയ്താൽ എന്നെ അവിദ്യയിലേക്ക് തള്ളിയിടും. ഞാൻ പുണ്യാത്മകമായ കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ ഉള്ളിലിരുന്ന് പ്രചോദനം കൊണ്ട് എന്നെ വിദ്യയിലേക്ക് തള്ളിയിടും. അപ്പോൾ ഭഗവാൻ ഒരു ന്യൂട്രൽ ഏജൻ്റാണ്. ഭഗവാൻ ന്യൂട്രലാണ്. അവരവർ ചെയ്തു വരുന്ന കർമ്മങ്ങൾക്ക് ഫലം തരണു സാക്ഷി രൂപേണ എന്നതിൽ കവിഞ്ഞ് ഐദർ ഓർ, എന്താണ് അങ്ങനെയല്ലല്ലോ പറയുക, ഐദർ എഗെയിൻസ്റ്റ് ഓർ ഫേവറബിൾ. ഫേവറബിളും അല്ല, എഗെയിൻസ്റ്റും അല്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, ബ്രഹ്മം, ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന 2 മാർഗങ്ങളെ, ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകികം, മോക്ഷം എന്ന് പറഞ്ഞാൽ ഡിവൈൻ. ഇനി ഏതാ വേണ്ടതെന്ന് എൻ്റെ ആൺമക്കളും പെൺമക്കളും നിങ്ങൾ സത്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. സാധനമായിരിക്കുന്ന, അതായത് ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന 2 മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ദക്ഷിണായന ഗതി, ഉത്തരായന ഗതി എന്ന് ആണ് ആ 2 അർത്ഥം. അത് 2-ൽ ഒന്ന് കർമ്മസ്വരൂപം, മറ്റൊന്ന് ഉപാസനാരൂപം. ഒന്ന് കർമ്മസ്വരൂപം, മറ്റൊന്ന് ഉപാസനാരൂപം. ക്ഷേത്രജ്ഞൻ ആ 2 മാർഗങ്ങൾക്കും ആശ്രമമായിരിക്കുന്നവൻ. ഇനി എന്താ വേണ്ടത്? ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ലാതെ കണ്ട് ഏവർക്കും ഭോഗം കിട്ടും, ലൗകികത കിട്ടും, ഏവർക്കും മോക്ഷം കിട്ടും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചിരിക്കണമെന്ന് മാത്രം. ഞാൻ 2 കൈയും പൊക്കി പറയണു, ഈ കൈകൾ ശുദ്ധമാണ്, എനിക്ക് നിങ്ങൾ നന്നായി കാണാൻ താല്പര്യമുണ്ട്, ടെൻഷൻ ഇല്ലാതെ കണ്ട്
മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉതകുന്ന സഹോദരി സഹോദരന്മാർക്ക് തലകുനിച്ച് പ്രണാമം. എന്തേ? എനിക്കിത് പറഞ്ഞു തരാനാണ് യോഗം, ഞാനത് പറഞ്ഞു തന്നു. ഭഗവാനോട് ഒരേ ഒരു താല്പര്യം, ഇതിങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് എൻ്റെ ജീവൻ പോകണം. എന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ഈ ഭൂമിയിൽ ഈശ്വര നിന്ദ കേൾക്കാൻ പറ്റില്ല. ഞാൻ അത്രയും ട്രാൻസ്പാരൻ്റാണ്, വളരെ ലോലഹൃദയനാണ് ഞാൻ. പക്ഷേ ഭഗവാനെ സ്തുതിക്കുന്നത് എനിക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഓജസ്സായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഓജസ് തേജസ്സായിട്ട് മാറുന്നത് എനിക്കറിയാം. അതിൽ ഒരു പരിധി വരെ ഞാൻ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം, യസ്മാ അദണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്ദ്രവ്യമത്യഗാത് വിശ്വം ഗോഭി സൂര്യവാ തപം. എത്ര ശ്ലോകം? ഒരു ശ്ലോകം തന്നെയുള്ളൂ. യസ്മാദണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്ദ്രവ്യമത്യഗാത് വിശ്വം ഗോഭി സൂര്യവാ തപം. അതായത് യസ്മാത് യാതൊരുവനിൽ നിന്ന്, യസ്മാത് അണ്ഡം എന്നാണ് ഞാൻ വായിച്ചത്. യസ്മാത് അണ്ഡം തന്നെ വായിക്കണം, ദണ്ഡല്ല കേട്ടോ. യസ്മാത് അണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്ദ്രവ്യം മത്യഗാത് വിശ്വം ഗോഭി സൂര്യവാ തപം. യാതൊരുവനിൽ നിന്ന് ബ്രഹ്മാണ്ഡം ജനിച്ചുവോ അതിൽ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ എന്ന സ്വരൂപങ്ങളോടുകൂടിയ വിരാട്ടും ജനിച്ചു. അവൻ സൂര്യൻ കിരണങ്ങൾ കൊണ്ട് ആതപത്തെ എന്ന പോലെ ആ പദാർത്ഥമായ വിശ്വത്തെ അതിക്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ആതപം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഭാവാർത്ഥം വരുമ്പോൾ ഞാൻ പറയാം. ഞാൻ വെറുതെ കണ്ണടച്ച് തള്ളിയിട്ട് എന്താ കാര്യം? ആതപം, മനസ്സിലായി. ആതപം, തപം എന്ന് പറഞ്ഞാൽ എന്താ? ചൂട്. ആതപം തണുപ്പും. ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ടമുണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമ്യാദി ഭൂതങ്ങൾ, ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി. ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചു. അപ്പോൾ ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ച് ചൂടില്ലാണ്ടും ചൂടാക്കിയിട്ടും തരുന്നുണ്ട് എന്നർത്ഥം. പകൽ ചൂടുണ്ട്, രാത്രി ചൂടില്ല. പകൽ വെയിലുണ്ട്, രാത്രി വെയിലില്ല. ശ്രമിച്ചും അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 23. യഥാ അസ്യ അതെ, യഥാ അസ്യ നളിനാദഹമാസം മഹാത്മനാ നളിനാദ് അഹം അസം മഹാത്മന ന അവിദം യജ്ഞസംഭാവാൻ യജ്ഞസംഭാരാൻ പുരുഷാവയവാദൃതേ. എപ്പോൾ ഞാൻ മഹാത്മാവായ ഇവൻ്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ താമരയിൽ നിന്ന് നളിനാദ് അഹം അസം സംഭവിച്ചുവോ അപ്പോൾ പുരുഷാവയവങ്ങളെ ഒഴിച്ച് യജ്ഞസാധനങ്ങളെ അറിഞ്ഞില്ല. ഞാൻ ജനിച്ചു, ശരിയാ, പക്ഷേ യജ്ഞസാധനങ്ങളെ അറിഞ്ഞില്ല. ആ അറിവില്ലായ്മയാണ് പ്രശ്നം ഉണ്ടായത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എല്ലാം പുരുഷനാണെങ്കിൽ യജ്ഞസാധനങ്ങളും വേറിട്ടില്ലാത്തത് കൊണ്ട് യജ്ഞങ്ങൾ കൊണ്ട് പുരുഷാരാധനത്തിന് വഴിയില്ലല്ലോ എന്നുള്ള ശങ്കയെ പരിഹരിക്കണം. ശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കുന്നുണ്ട്, പക്ഷെ ശങ്ക നിങ്ങൾക്ക് വരണം. ഞാൻ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്യണം.
വിരാട് പുരുഷനും അന്തര്യാമിയുമായിരിക്കുന്ന ഈ ഈശ്വരൻ്റെ നാഭിയിലുണ്ടായ കമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ, അതായത് ബ്രഹ്മാവുണ്ടായോ, അപ്പോൾ പുരുഷാവയവങ്ങളെ കൂടാതെ യാഗത്തിന് ഉപയോഗമുള്ള പദാർത്ഥങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല. പുരുഷനെ കൂടാതെ വിഭിന്നങ്ങളായ യാഗസാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സാരം. ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവ് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതെവിടെയുണ്ട്? ഭാഗവതത്തിലുണ്ട്. അതാണ് നമ്മൾ നമ്മുടെ യശസ്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം, ഇൻഡസ്ട്രിയസ് ആയിരിക്കണം. ഇനി ഇവിടെ 4 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. അതിന് വാക്കാർത്ഥമില്ല, ഭാവാർത്ഥമുള്ളൂ. അത് പറയും ചെയ്യാം. തേഷു യജ്ഞസ്യ പശവസ്സവനസ്പതയ കുശാഃ ഇദം ച ദേവയജനം കാലശ്ചോരുഗുണാന്യുത ഔഷധയ സ്നേഹാരസരോഹം മൃദോ ജലം ഋജോ യജൂംഷി സാമാനി ചാതുർഹോത്രം ച സത്തമം നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമകൽപാ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മതയ ശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതേ സംഭാരാം സംഭൃതാമയാ. ഈ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. തേഷു യജ്ഞസ്യ പശവാസവനസ്പതയ കുശാം ഇദം ച ദേവയജനം കാലശ്ചോരുഗുണാന്യുതാം വസ്തുന്യോഷധയ സ്നേഹാരസലോഹമൃദോ ജലം ഋജോ യജുംഷി സാമാനി ചാതുർഹോത്രം ച സത്തമാം നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമകൽപാ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മതയ ശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതേ സംഭാരാ സംഭൃതാമയാം. ഹേ നാരദ, ഇവിടെ ആരാ സംസാരിക്കുന്നത്? ശനകാദി മുനിശ്രേഷ്ഠന്മാർ, ശൗനകാദികൾ അല്ല, ഇവിടെ മറ്റേ 4 പേര്, സനൽകുമാരാദികൾ. ഹേ നാരദരെ അഭിസംബോധന ചെയ്യണം. ഹേ നാരദ, ആ പരമപുരുഷൻ്റെ അവയവങ്ങൾക്കുള്ളിൽ യാഗത്തിന് ആവശ്യമുള്ള പശുക്കൾ, യൂപങ്ങൾ, ദർഭകൾ, ഈ യാഗഭൂമി, ഗുണമുള്ളതായ വസന്താദികാലം, പാത്രം, ഔഷധികൾ, നെയ്യ് മുതലായ രസവസ്തുക്കൾ, സുവർണാദി ലോഹങ്ങൾ, സ്വർണം മുതലായിട്ടുള്ള ലോഹങ്ങൾ, മണ്ണ്, ജലം, ഋക്കുകൾ, യജസ്സുകൾ, സാമങ്ങൾ, ബ്രഹ്മാവ്, ഹോതാവ്, അദ്ദര്യു, അഗ്നീന്ദ്രൻ എന്നീ 4 വിധക്കാരായ ഋത്വിക്കുകൾ നടത്തുന്ന ദർശം, പൂർണ്ണമാസം മുതലായ കർമ്മങ്ങൾ, ജ്യോതിഷ്ഠോമം മുതലായ സ്വാഹാകാരം മുതലായ മന്ത്രങ്ങൾ, ദക്ഷിണകൾ, വ്രതങ്ങൾ, ദേവതകളുടെ ഉദ്ദേശം, കർമ്മങ്ങൾ നടത്തേണ്ടതായ വഴികളെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ, സങ്കല്പം, അനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായം, വിഷ്ണുക്രമം മുതലായ ഗതികൾ, ദേവതകളെ ധ്യാനിക്കേണ്ടതായ വഴികൾ, ശ്രദ്ധ, പ്രായശ്ചിത്തം ചെയ്ത കർമ്മങ്ങളെ ഭഗവാനായിക്കൊണ്ടുള്ള സമർപ്പണം, അവരവരുടെ കർമ്മം ഭഗവാന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നരകം ഫലം, എന്നിവയെല്ലാം ഞാൻ പുരുഷാവയവങ്ങളിൽ നിന്ന് സമ്പാദിച്ചു. അതായത് ഭഗവാനിൽ നിന്ന് സമ്പാദിച്ചു എന്നാണ് പറഞ്ഞത്. അടുത്തത് 28ാമത്തെ ശ്ലോകം. ഇതി സംഭൃത സംഭാരാ പുരുഷാവയവൈരഹം തം ഏവ പുരുഷം യജ്ഞം തേനൈവായജമീശ്വരം. ഇതി സംഭൃത സംഭാരാ പുരുഷാവയവൈരഹം തം ഏവ പുരുഷം യജ്ഞം തേനൈവായജമീശ്വരം. പുരുഷൻ്റെ അവയവങ്ങൾ കൊണ്ട് പുരുഷൻ്റെ അവയവങ്ങൾ കൊണ്ട് ഇപ്രകാരം ശേഖരിച്ച സാമഗ്രികളോടുകൂടിയ ഞാൻ യജ്ഞസ്വരൂപനായ ആ പുരുഷനെ തന്നെ
അവനെ കൊണ്ട് തന്നെ യജിച്ചു. അപ്പോൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവനാണ് പരമശൈലെ. പക്ഷെ തെറ്റിദ്ധരിച്ചാൽ ആരും അല്ലാണ്ടാവും. ഇപ്രകാരം ഞാൻ ഭാവാർത്ഥം ഇപ്രകാരം പുരുഷാവയവങ്ങളാൽ സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് മഹാപ്രഭുവും യജ്ഞസ്വരൂപനുമായ ആ പുരുഷനെ അവയെക്കൊണ്ട് തന്നെ ഞാൻ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. പൂജിക്കുവാനുള്ള പദാർത്ഥങ്ങളും പൂജ്യനായ ഈശ്വരനും ഒന്ന് തന്നെ എന്ന് സാരം. അപ്പോൾ നമ്മൾ സങ്കല്പം നന്നാക്കിയാൽ മതി. ഇച്ഛാശക്തി, ക്രിയാശക്തി, അല്ലേ, ജ്ഞാനശക്തി ഒക്കെ നന്നാവും. അപ്പോൾ യജ്ഞേന യജ്ഞമജയന്ത എന്ന പുരുഷ സൂക്ത ഭാഗം അവതരിക്കപ്പെട്ടിരിക്കുന്നു. യജ്ഞേന യജ്ഞമജയന്ത പുരുഷ സൂക്തത്തിലെ മന്ത്രം ആണ് ഇവിടെ പ്രമാണമായിട്ട് എടുത്തുള്ളത്. അടുത്തത് 29ാമത്തെ ശ്ലോകം. തതസ്തേ ഭ്രാതരയിമേ പ്രജാനാം പതയോ നവാം അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിതാ. തതസ്തേ ഭ്രാതര ഇമേ പ്രജാനാം പതയോ നവാം അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിതാ. പറയുന്നുണ്ട്, അനന്തരം പ്രജകളുടെ പതികളായ നൻ്റെ ഈ 9 സഹോദരന്മാരും അതിശ്രദ്ധാലുക്കളായിട്ട് വ്യക്തനും അവ്യക്തനുമായ പുരുഷനെ യജിച്ചു. ആർക്കാ വ്യക്തൻ? മോക്ഷം പ്രാപിക്കണം എന്നുള്ളവന് വ്യക്തനാണ്. ഭോഗം ലൗകികം വേണമെന്നുള്ളവന് അവ്യക്തനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വ്യക്തമായാൽ മോക്ഷമായി, അവ്യക്തനായിരിക്കുന്നിടത്തോളം കാലം മോക്ഷമില്ല. അതാ പറഞ്ഞത്. വിദ്യാസമ്പന്നനാവണത് എപ്പോഴാണ്? അവിദ്യ മാറുമ്പോഴാണ്. അവിദ്യയിലിരിക്കും തോറും നമ്മൾ ലൗകികത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. അവിദ്യ മാറി വിദ്യയായാലോ വിദ്യാപ്രാപ്തി കൊണ്ട് നമുക്ക് മോക്ഷമായി. പിന്നെ എൻ്റെ ഭ്രാതാക്കളായ ഈ 9 പ്രജാപതികളും സാവധാന മനസ്സോടു കൂടിയവരായിട്ട് സ്വതേ അവ്യക്തനും ഇന്ദ്രാദി ദേവതാ സ്വരൂപത്താൽ വ്യക്തനുമായ പുരുഷനെ പൂജിച്ചു. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഭ്രാതാക്കളായ ഈ 9 പ്രജാപതികൾ സാവധാന മനസ്സോടു കൂടിയവരാണ്. സ്വതേ അവ്യക്തനാ, നിരാകാരനാണെന്നർത്ഥം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ സ്വതേ നിരാകാരനാണ്. പക്ഷേ ഇന്ദ്രാദിദേവ സ്വരൂപത്താൽ വ്യക്തനുമായ പുരുഷനെ പൂജിച്ചു. അവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ദ്രിയങ്ങളുടെ നാഥനാ, ഋഷികേശൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ പോലെ കയ്യും കാലും മൂക്കും കണ്ണും ഒക്കെ ഉള്ളവരെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ അതന്നെയാണ് എൻ്റെ ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ അഹം ബ്രഹ്മാസ്മി എത്തിയപ്പോൾ പറഞ്ഞു ചെയ്യാം. അടുത്ത ശ്ലോകം 30. തതശ്ചമനവ കാല ഈജിരേ മുനയോ അപരേ പിതരോ വിബുധാ ദൈത്യ മനുഷ്യാകൃതുഭിർവിഭും. തതശ്ചമനവ കാല ഈജിരേ മുനയോ അപരേ പിതരോ വിബുധാ ദൈത്യ മനുഷ്യാകൃതുഭിർവിഭും. പിന്നെയും മനുക്കൾ, മറ്റുള്ള മുനിമാർ, പിതൃക്കൾ, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര് അവരുടെ ജീവിതകാലത്തിൽ യാഗങ്ങൾ കൊണ്ട് സർവവ്യാപിയെ യജിച്ചു. അനുഭാവാർത്ഥം. പിന്നെ സ്വയംഭുവൻ മുതലായ മനുക്കൾ, മറ്റുള്ള മുനികൾ, പിതൃക്കൾ, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യർ മുതലായവരെല്ലാം അവരവർക്ക് എത്ര കാലം സിദ്ധിച്ചുവോ ആ കാലത്തെല്ലാം വിഭുവായ ഈശ്വരനെ പൂജിച്ചു. അപ്പോൾ അതിലെന്തുണ്ട്? സമയമെടുക്കും. നിരാകാരത്തിലാണെങ്കിൽ സമയമെടുക്കില്ല. ഇനി 31ാമത്തെ ശ്ലോകം. നാരായണേ ഭഗവതി തത് ഇദം വിശ്വമാഹിതം ഗൃഹീതമായോരു ഗുണസർഗാദാ അവഗുണസ്വതാ. നാരായണേ ഭഗവതി തത് ഇദം വിശ്വം ആഹിതം ഗൃഹീതം ആയോരു ഗുണ സർഗാത് അവഗുണസ്വത. അങ്ങനെ തന്നെ വായിക്കണം.
നാരായണേ ഭഗവതി തത് ഇദം വിശ്വം മാഹിതം വിശ്വം മാഹിതം വിശ്വം മാഹിതം. ഗൃഹീതമായോരു ഗുണസർഗാത് അവഗുണസ്വതാ. ഈ ലോകം, അതായത് വൈകുണ്ഠം വേണമെങ്കിൽ പറയാം, ഭഗവാനായ നാരായണനിൽ ഇരിക്കുന്നു. ഈ ലോകം നാരായണനിൽ ഇരിക്കുന്നു. ആഹിതം, വിശ്വം ആഹിതം ഇരിക്കുന്നു. സ്വതേ ഗുണരഹിതനായ, സ്വതേ, ഇത് നമ്മൾ ഇത് നമ്മൾ വായിച്ച് പഠിക്കണില്ല, അവിടെയാണ് പ്രശ്നം. സ്വതേ ഗുണരഹിതൻ, സൃഷ്ടിയാരംഭത്തിൽ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന മായയുടെ ബഹുഗുണങ്ങളോട് കൂടിയവനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ പിറവിയെടുക്കുമ്പോൾ എന്തായി? മായയിൽ കുടുങ്ങി. അകത്തിരിക്കുമ്പോഴോ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ പുറത്തു വിടരുതേ എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈ പ്രപഞ്ചം ശ്രീ നാരായണനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിനെ നശിപ്പിക്കാൻ പാടുമോ? കാട് വെട്ടാൻ പാടുമോ? പാടില്ല. നദീനെ നോക്കൂ, ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമണ്ഡലത്തിൽ ഏറ്റവും വലിയ എന്താ പറയുക, ഡാം ചൈനയിലാണത്രേ. ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ വെള്ളം കെട്ടി നിർത്തുക കാരണം ഭൂമിയുടെ സ്പീഡ് 1/2 സെക്കൻഡ് കമ്മിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ വെള്ളം ഘനം കൂടിയിട്ട് അത് ഒഴുകി പോകുമ്പോൾ അറിയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു, ഈ പ്രപഞ്ചം ശ്രീ നാരായണനിൽ അടങ്ങിയിരിക്കുന്നു. ആ ഭഗവാനാകട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവൻ. അതിനാണ് ഗുണാതീതൻ എന്ന് പറഞ്ഞത്. ഭഗവാൻ നിരാകാരനാണ്. നമ്മളോ അഹം ബ്രഹ്മാസ്മി പറയണു വെച്ചാലും അങ്ങനെ എത്തുന്നില്ല. കാരണം എന്താ? മായയിൽ കുടുങ്ങിയ കാരണം. സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ മായയുടെ മഹാഗുണങ്ങളെ അംഗീകരിച്ചവൻ ആദ്യകാലത്തിൽ. പിന്നെ സ്വയം നമ്മൾ ലിബറേറ്റഡ് ആവണം. എന്തിൽ നിന്ന്? മായയുടെ മഹാഗുണങ്ങളിൽ നിന്ന് നമ്മൾ വിടുതല കിട്ടണം. 32ാമത്തെ ശ്ലോകം. സൃജാമി തന്യുക്തോ അഹം ഹരോ ഹരതി തദ്വശാ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തി ധൃത്. സൃജാമി തന്യുക്തോ അഹം ഹരോ ഹരതി തദ്വശാ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തി ധൃത്. അവനാൽ പ്രേരിതനായ ഞാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു. അവനധീനനായ ശിവൻ, അവന് അധീനനായ തദ്വശഹര ശിവൻ ഹരിക്കുന്നു. 3 ഗുണങ്ങളെ ധരിച്ചിരിക്കുന്ന അവൻ വിഷ്ണുരൂപം കൊണ്ട് രക്ഷിക്കുന്നു. അപ്പോൾ നിരാകാരനായിരിക്കുന്ന പരബ്രഹ്മം വിഷ്ണുരൂപം കൊണ്ട്, അതായത് പുരുഷരൂപേണ വിഷ്ണുരൂപം കൊണ്ട് രക്ഷിക്കുന്നു. അവനെ ഭയന്നിട്ട് ശിവൻ ലയിപ്പിക്കുന്നു. അവനെ ഭയന്നിട്ട് ഞാൻ സൃഷ്ടിക്കുന്നു. ആ ഈശ്വരനാൽ, ഏത് ഈശ്വരൻ? ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. ശിവൻ ഈശ്വരവശംബദനായിട്ട് സംഹരിക്കുന്നു. ഈശ്വരന് വശംബദനായിട്ടെന്നുള്ള വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണത്. ത്രിഗുണാത്മികമായ മായയെ അംഗീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ നാരായണൻ വിഷ്ണു രൂപം കൊണ്ട് പരിപാലിക്കുന്നു. ഇനി 33ാമത്തെ ശ്ലോകം.
ഇതിതേ അഭിഹിതം താതാ യഥേതദനു പൃച്ഛസി ന അന്യൽ ഭഗവത കിഞ്ചിൽ ഭാവ്യം സദസദാത്മകം. ഇതിതേ അഭിഹിതം താതാ യഥേതനു പൃച്ഛസി ന അന്യൽ ഭഗവത കിഞ്ചിൽ ഭാവ്യം സദസദാത്മകം. അതായത് ബാല യാതൊരിതിനെ ചോദിച്ചുവോ, അങ്ങ് ഏതൊരുത്തൻ യാതൊരിതിനെ ചോദിച്ചുവോ അത് നിന്നോട് പറഞ്ഞു. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു. സത്തായും അസത്തായും ഇരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ യാതൊന്നും. വളരെ ശ്രദ്ധിക്കണം. സത്തായും അസത്തായും. സത്ത എന്ന് പറഞ്ഞാൽ സത്താമാത്രം എന്ന് പറഞ്ഞാൽ ജീവൻ, അത് ബ്രഹ്മം. അസത്ത് എന്ന് പറഞ്ഞാൽ പ്രകടമാവാത്തത്, അതാണ് പരക്കെ. അത് അപ്പോൾ സ്വരൂപത്തോടു കൂടി യാതൊന്നും ഭഗവാനിൽ നിന്ന് അന്യമായിട്ടില്ല, ഭവിക്കത്തക്കതല്ല. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഭവിക്കത്തക്കതല്ല. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായ ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല. ഹേ നാരദ, എന്നോട് നീ ചോദിച്ചതിനെ അനുസരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഇനി 34-ാമത്തെ ശ്ലോകം. ന ഭാരതീ മേ അംഗ മൃഷോപലക്ഷ്യതേ. അംഗ ഋഷോപലക്ഷതേ മൃഷോപലക്ഷതേ. അതെ. ന കർഹി ചിന്മേ മനസ്സോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്ത്യസ്തപഥേ യന്മേ ഹൃദോ ഹൃത് ഔത്കണ്ഠ്യവദാ ധൃതോ ഹരി. ന ഭാരതേ മേ അംഗാ മൃഷോപലക്ഷതേ ന കർഹ്യ ചിന്മേ മനസോ മൃഷാഗതി ന മേ ഹൃഷീകാണി പതന്ത്യസത്പതേ യന്മേ ഹൃത് ഔത്കണ്ഠ്യവദാ ധൃതോ ഹരി. ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഇതിൽ. മൃഷാന ഉപലഭ്യത എന്നാണ്. അത് മൃഷോപലക്ഷ്യത എന്ന വാക്ക്. അപ്പോൾ പറഞ്ഞു, ഹേ പൂജ്യ, എൻ്റെ വാക്ക് വ്യർത്ഥമാക്കിയിട്ട് കാണപ്പെടുന്നില്ല. ഈശ്വരവചനം വ്യർത്ഥമില്ല. നമ്മളെങ്ങനെ തല കുമ്പിട്ട് നിന്നാലും ശരി, തലകീഴായിട്ട് നിന്നാലും ശരി, വ്യർത്ഥമായിട്ട് കാണപ്പെടുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു കാലത്തും വ്യർത്ഥ സഞ്ചാരമില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുഷിച്ച മാർഗത്തിൽ വീഴുന്നില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദുഷിച്ച വഴിക്ക് പോകരുത്. ഇതാരാ പറഞ്ഞു തരാൻ? ഭാഗവതമുണ്ട്. പക്ഷേ ഭാഗവതത്തെ സേവ ചെയ്യാത്തതിന് ഞാൻ നിരിച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്നർത്ഥം. ന പതന്തി, ദുഷിച്ച മാർഗത്തിൽ ഇന്ദ്രിയങ്ങൾ വീഴരുത്. ഞാനവിടെ ഓം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതി വയ്ക്കാം. 577 പേജ് 577. എന്താണ്? ദുഷിച്ച മാർഗത്തിൽ പതിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഉത്കണ്ഠയുള്ള ഹൃദയത്താൽ, ഉത്കണ്ഠ നന്നാവണം എന്നുള്ള ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഹരി നമ്മളെ രക്ഷിക്കും. ഹരി ധരിക്കപ്പെട്ടിരിക്കുന്നു. ഹരി ധരിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ഹരി ധരിച്ചത് നമ്മളെന്തുകൊണ്ട് ധരിക്കണില്ല? അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം.
ഹേ നാരദ, എൻ്റെ വാക്ക് കളവായി വരികയില്ല. എൻ്റെ മനസ്സ് ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കയില്ല. ഈ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, എല്ലാ ഭാഗവത ആചാര്യന്മാരും, എല്ലാ തന്ത്രിമുഖ്യന്മാരും, എല്ലാ പൂജാരിമാരും, എല്ലാ ഗണികന്മാരും ഇത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. അസത്യത്തിൽ സഞ്ചരിക്കയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭാഗവതത്തിൻ്റെ ഗരിമ, ഭാഗവതത്തിൻ്റെ ഡെപ്ത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീഹരിനെ നമുക്ക് ധരിക്കാം, പ്രൊവൈഡഡ് അധികരിച്ചിരിക്കുന്ന ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം. ഭക്തി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകാ സമസ്താ സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം.